ദിവസങ്ങളായി പോലീസിന് നേരെ ഉയർന്നുവരുന്ന നിരവധി പരാതികളുണ്ട്. തെളിവ് സഹിതമാണ് ഈ പരാതികളൊക്കെയും പുറത്തുവന്നത്. ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇതിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഒടുവിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്കൊക്കെ പോലീസിന് കടക്കേണ്ടി വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേരള പോലീസിനു നേരെ ഉയർന്നു വന്നിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ എത്രമാത്രമാണ്, എത്ര എണ്ണമാണ്, ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളത് നമുക്ക് അതിവേഗം ഒന്ന് നോക്കാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിന് മർദ്ദനമുണ്ടായതാണ് ഇതിൽ ആദ്യത്തെ സംഭവം. സുജിത്തിന് മർദ്ദനമുണ്ടായത് വാർത്ത പുറത്തു വന്നത് കുന്നംകുളത്ത് നിന്നാണ്. കുന്നംകുളത്ത് പോലീസ് തല്ലിച്ചതിക്കുകയായിരുന്നു, അതായത് പ്രതിക്കൂട്ടിലുള്ളത് പോലീസ്. ഇനി രണ്ടാമത്തെ സംഭവം നോക്കൂ. പീച്ചിയിൽ അവിടെ ഹോട്ടൽ മാനേജർക്കും ഒപ്പം തന്നെ ഡ്രൈവർക്കും നേരെ ഉണ്ടായിട്ടുള്ള മർദ്ദനം. തല്ലിയത് പീച്ചി പോലീസ് സ്റ്റേഷൻ SI ആയിട്ടുള്ള PM രതീഷാണ്. PM രതീഷിനെതിരായിട്ടുള്ള നടപടികൾ വരുന്നു. ഇനി CPM ലോക്കൽ സെക്രട്ടറി സജീവന് നേരെ ഉണ്ടായിട്ടുള്ള മർദ്ദനം. മർദ്ദിച്ചത് കണ്ണനല്ലൂർ CI ആണ്. അതായത് CPM ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർക്ക് പോലും രക്ഷയില്ലാത്തവണ്ണം ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു പക്ഷപാതപരമായിട്ടോ എങ്കിലും ഏതെങ്കിലും തരത്തിലൊരു സേഫ്റ്റി ഉണ്ടാകുമായിരുന്നു, അതുപോലും ഇല്ല എന്നുള്ളതാണ്. വീണ്ടും യൂത്ത് കോൺഗ്രസ് നേതാവ് ഷജീറിന് നേരെ ആക്രമണം ഉണ്ടാവുകയാണ്. നേമം SI സമ്പത്തിന് എതിരെയാണ് ഈ പരാതി ഉയർന്നു വന്നത്. മറ്റൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള മുൻ SFI നേതാവായിട്ടുള്ള ജയകൃഷ്ണന് നേരെ ഉണ്ടായിട്ടുള്ള മർദ്ദനമാണ്. കൃത്യമായിട്ടുള്ള മൂന്നാം മുറ മർദ്ദനം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കത്തക്ക വണ്ണത്തിലുള്ള മർദ്ദനമാണ് തനിക്ക് നേരെ ഉണ്ടായതെന്നുള്ളതായിരുന്നു ജയകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. കോന്നി CI മധുബാബു ആണ് കേസിൽ പ്രതിക്കൂട്ടിലായത്. ഈ മധുബാബുവിനെതിരെ തന്നെ നിരവധി പരാതികൾ ഉയർന്നു വരുന്നതും നമ്മൾ കാണുന്നു. ഇനി മറ്റൊരു പരാതി ഉയർന്നു വന്നത് കോഴിക്കോട്ട് നിന്നാണ്. സഹോദരങ്ങളാണ് അവിടെ മർദ്ദനത്തിന് ഇരയായത്. പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെയാണ് ഈ പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. പ്രതിപട്ടികയിൽ പോലീസുകാർ തന്നെ.